വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഇല്ലായ്മയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് നമ്മെ വിളിച്ചത് അവിടുത്തെ ദയയാണ്. നമ്മൾ ഈ ലോകത്തിലുണ്ടായിരുന്നില്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മളൊരു ഈ ഭൂമിയിലേക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് അനുഗ്രഹം ലഭിച്ചത്, വിളി ലഭിച്ചത്. നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എത്രയോ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളില്ലാതെയായിട്ട് ഈ ലോകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയാണ്, ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിന് പ്രതികൂലമായിട്ട് നിന്നിരുന്ന, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാമായിരുന്ന അനേകം അവസരങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ രോഗാവസ്ഥയാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് അപകട സാധ്യതയാകാം. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലാണ് ജോലി ചെയ്തിരുന്നത്. ഹെലികോപ്റ്ററിൽ 1100 മണിക്കൂർ ഫ്ലൈയിങ് ഡ്യൂട്ടി, ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ ഹെലികോപ്റ്റർ ആയിരുന്ന 1-2 അവസരങ്ങൾ, ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാമായിരുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഒരുപക്ഷെ നമുക്ക് സമാനമായിട്ടുള്ള ഒരുപക്ഷെ റോഡ് അപകടങ്ങൾ, മറ്റ് അപകടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് ജീവൻ നഷ്ടപ്പെട്ടേക്കാമായിരുന്ന അവസ്ഥകളിലെല്ലാം അതിനെ താങ്ങി നിർത്തിയിരുന്നത് ദൈവത്തിന്റെ കരുണ തന്നെയാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ജീവൻ ഓരോ നിമിഷവും നിലനിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ശ്വാസോച്ഛ്വാസം ഓരോ നിമിഷവും അത് നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയാലാണ്. സ്നേഹം കരുണയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ദൈവം സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. അവിടുന്ന് സ്നേഹം മാത്രമാണ്. മനുഷ്യമക്കള് പാപത്തിന്റെ യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസ്നേഹം, ദൈവകൽപ്പനകൾ നിരസിച്ചുകൊണ്ട് പാപം വഴി പല വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനം, അടിമത്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ദൈവത്തിന്റെ സ്നേഹം കരുണയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. മനുഷ്യമക്കളെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ